അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അപ്ലിക്കേഷൻസാണ്. എല്ലാവരും എത്തിയിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ലൈവിന് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഒരാളെത്തിയാലും നമ്മൾ ക്ലാസ് തുടങ്ങും. ഓക്കെ, താര പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 6-7 പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെയായിരുന്നു. ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ d/dt, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dt, അതായത് നമ്മളിപ്പോൾ ടൈം ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് എവല്യൂഷൻ ഓഫ് ടൈം വിത്ത് റെസ്പെക്ട് ടു എ ക്വാണ്ടിറ്റി, എ ഓപ്പറേറ്റർ, എക്സ്പെക്റ്റേഷൻ ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എനി ഓപ്പറേറ്റർ a ഈക്വൽ ടു 1/t
IH cross expectation of commutator A comma H plus expectation of dou A by dou T. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ 1. ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ ലൈവ് കട്ടായി പോയി. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് തുടങ്ങാം. അറിയില്ല എന്താ പറ്റിയെന്ന്. ഓക്കെ, ഞാൻ ഈ ലൈവ് കട്ടായത് ശ്രദ്ധിക്കാതെ കുറേ പറഞ്ഞു. നമ്മൾ ആദ്യം മുതൽ പറയാം. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ലൈവ് കട്ടായതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കാം. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ അപ്ലിക്കേഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ആവറേജ് വാല്യൂ കണ്ടു. ദാറ്റ്സ് ഈക്വൽ ടു 1/IH ക്രോസ് എക്സ്പെക്റ്റേഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ A, H പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് dou A by dou T. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഓപ്പറേറ്റർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് എ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ 0 ആവുന്നുണ്ടെങ്കിൽ ആ എ എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് മോഷനാണ്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണോ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ പ്രകാരം കൺസേർവ്ഡ് ആണെങ്കിൽ അതിൻ്റെ രണ്ട് ടേമും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ടേമും 0 ആയിരിക്കണം. അതിൻ്റെ സെക്കൻഡ് ടേമും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ടേമും 0 ആയിരിക്കണം. അതിൻ്റെ സെക്കൻഡ് ടേമും 0 ആയിരിക്കണം. അഗൈൻ എന്തോന്നറിയില്ല, നല്ല സ്റ്റെക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ?
ഓക്കെ ശരിയായി എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ടൈം ലാഗ് ഉണ്ടാവും. ഞാൻ സംസാരിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, റെഡിയായി. ഇപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി വാട്സപ്പിലും ടെലഗ്രാമിലും മെസ്സേജ് അയക്കാൻ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മറ്റേത് മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കണം. ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഓഫ് മോഷനിലെ 2 ടേം എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എ കോമ എച്ച് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് ദാറ്റ് ഓപ്പറേറ്റർ, എനി ഓപ്പറേറ്റർ കറസ്പോണ്ട് ടു ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കമ്മ്യൂട്ട് വിത്ത് ഹാമിൽട്ടോണിയൻ. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോമ എച്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും എച്ചും എന്തായിരിക്കണം, കമ്മ്യൂട്ട് ചെയ്യണം. രണ്ടാമത്തെ ടേം 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു 0. ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയി. ഇതേവരെ പറഞ്ഞത് കണ്ടില്ല. ഓക്കെ ആദ്യം മുതൽ പറയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ ടേം 0, ഡോ എ ബൈ ഡോ ടി 0 ആവണം. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോമ എച്ചും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ക്വാണ്ടിറ്റി എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണെന്ന്. ഇവിടെ ഡോ എ ബൈ ഡോ ടി ആണ് 0 ആവുന്നത്. അത് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. അതല്ലാതെ എന്തല്ല, നമ്മുടെ നോർമൽ ഡിഫറൻസിയേഷൻ അല്ല. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്. പക്ഷേ ഡോ ബൈ ഡോ ടി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അത് കാരണം എക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടി എക്സ്പ്ലിസിറ്റ്ലി. എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യണം. ആ എക്സ് സ്ക്വയറിൽ ടൈമിൻ്റെ ഒരു ഫംഗ്ഷനും ഇല്ല. എക്സ് സ്ക്വയർ എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഡോ ബൈ ഡോ ടി ഓഫ് എക്സ് സ്ക്വയർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സിന് ടൈമുമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു ബന്ധമൊന്നും വേണ്ട. ഇംപ്ലിസിറ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ 0 ആവില്ല. അതിനൊരു വാല്യൂ ഉണ്ടാവും. പക്ഷേ ഡോ ബൈ ഡോ ടി എന്തായിരിക്കും, 0 ആയിരിക്കും. എപ്പോഴും എക്സുമായിട്ട് എന്താണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ട് അതിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബന്ധം വേണം. അങ്ങനെയാണെങ്കിലാണ് അത് 0 ആവാതിരിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറുമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് ഡോ ബൈ ഡോ ടി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേം 0 ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, രണ്ടാമത്തെ ടേം 0 ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്, എ ഡസ് നോട്ട് depend on time. A does not depend on time explicitly. ഓക്കെ, അപ്പോൾ എക്ക് ടൈമുമായിട്ട് എന്താ പറയുക, എക്സ്പ്ലിസിറ്റ് ആയിട്ട് റിലേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോ എ ബൈ ഡോ ടി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ 2 ടേമും 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ്പെക്റ്റേഷൻ ഓഫ് ദാറ്റ് ഓപ്പറേറ്റർ അതെന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതായത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺസ്റ്റൻ്റ് ഓഫ് മോഷനാണ്. എ ഈസ് കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ. ഓപ്പറേറ്റർ കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ ആണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസേർവ്ഡ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തരും, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ മൊമെൻറ്റം, പൊസിഷൻ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തരും. എന്നിട്ട് ആ ക്വാണ്ടിറ്റി ഈ സിസ്റ്റത്തിൽ കൺസേർവ്ഡ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡോ എ ബൈ ഡോ ടി 0 ആണെന്ന് നോക്കുക. ഏതൊരു സിസ്റ്റത്തിനെ ഹാമിൽട്ടോണിയൻ നമുക്കറിയാം, ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഹാമിൽട്ടോണിയനുമായിട്ട് അത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ
സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ആപ്ലിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഈ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ അങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് സിലബസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെയുള്ള ഈ നോട്ട്സ് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ടാണ്, രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഹേൺഫെസ്റ്റ് തിയറം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഹേൺഫെസ്റ്റ് തിയറം. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹേൺഫെസ്റ്റ് തിയറം നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും. നമ്മളതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലാണ് ഹേൺഫെസ്റ്റ് തിയറം ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഏൺഫെസ്റ്റ് തിയറം ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ആപ്ലിക്കേഷൻ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺഫെസ്റ്റ് തിയറം ഡിറൈവ് ചെയ്യാൻ പറ്റും. ചില ബുക്കുകളിലൊക്കെ അങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ ആ മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്, ഏൺഫെസ്റ്റ് തിയറം ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഏൺഫെസ്റ്റ് തിയറത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഹേൺഫെസ്റ്റ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ്, ഹേൺഫെസ്റ്റ് തിയറം. ഹേൺഫെസ്റ്റ് തിയറം നമ്മുടെ ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രമൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഫോർ എ ലാർജ് നമ്പർ ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്തായിരിക്കും, ഈ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് എന്ത് ചെയ്യും, ടേൺ ഔട്ട് ചെയ്യും. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഏറ്റവും ജനറലൈസ്ഡ് കേസ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അപ്രോക്സിമേഷൻ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്.
ഓക്കെ, ഏറ്റവും മോർ ജനറൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ ലിമിറ്റിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളും പറയുന്നത് തന്നെയാണ്, ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് വരുന്ന സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് എന്തായിട്ട് മാറും? ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് മാറും. ഓക്കെ, ഏതെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് മാറുന്നത് എന്നൊക്കെ എന്ത് ചെയ്യും, ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിനെയും ക്വാണ്ടം മെക്കാനിക്സിനെയും പരസ്പരം ബ്രിഡ്ജ് ചെയ്യുന്ന, പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു തിയറമാണ് ഹേൺഫെസ്റ്റ് തിയറം. ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്, ജസ്റ്റ് ലൈക്ക് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻ ഓഫ് മോഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്കറിയാം, ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, അതിൽ നിന്നാണ് എന്ത് കിട്ടിയത്? എഫ് ഇസ് ഈക്വൽ ടു എം എ കിട്ടിയത്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലായിരിക്കും. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലായിരിക്കും. ഞാൻ 1 ഡയമെൻഷൻ എക്സ് ആക്സിസിലുള്ള പാർട്ടിക്കിളിൻ്റെ മോഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഡെൽ വി എന്നുള്ളത് ഒരു ആക്സിസിൽ മാത്രമാണ്, എക്സ് ആക്സിൽ മാത്രമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി പി ബൈ ഡി ടി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുക. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൊമെൻറ്റം ബൈ മാസ്സാണ്. ഓക്കെ, പി ഈക്വൽ ടു എം വി. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പി ബൈ എം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു പി ബൈ എം. രണ്ട് ഇക്വേഷൻ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ രണ്ട് ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കറിയാം ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു പി ബൈ എം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടം മെക്കാനിക്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹേൺഫെസ്റ്റ് തിയറത്തിനെ ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നമ്മൾ ഇതിപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ രണ്ട് റിസൾട്ട് എഴുതിയത്. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരാം. ഇൻ ക്യു എം, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റി, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഈക്വൽ ടു 1 ബൈ ഐ എച്ച് ക്രോസ് എ കോമ എച്ച് പ്ലസ് എയും എച്ചും ഒക്കെ ഓപ്പറേറ്ററാണ് കേട്ടോ. എ കോമ എച്ച് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ എ ബൈ ഡോ ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ എ ബൈ ഡോ ടി. ഇനി ഇവിടെ ശരിക്കും ശ്രദ്ധിക്കാം, ഞാൻ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് ഡി ബൈ ഡി ടി ഓഫ് ടൈം എവല്യൂഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുകയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ആവറേജ് വാല്യൂ ഓഫ് എക്സിൻ്റെ എവല്യൂഷൻ കാണാണ്, ടൈം എവല്യൂഷൻ കാണാണ്. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും: 1 ബൈ ഐ എച്ച് ക്രോസ് കമ്മ്യൂട്ടേറ്റർ എക്സ്, ഓപ്പറേറ്റർ മാറിയിട്ട് അവിടെ എന്ത് വന്നു? എക്സ് വന്നു. എക്സ് കോമ എച്ച് പ്ലസ് ആവറേജ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ എക്സ് ബൈ ഡോ ടി.
ആവറേജ് വാല്യൂ ഓഫ് ഡോ എക്സ് ബൈ ഡോ ടി. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനായിട്ട് ഇംപ്ലിസിറ്റ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഇല്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡോ എക്സ് ബൈ ഡോ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡോ എക്സ് ബൈ ഡോ ടി 0 ആകുമ്പോൾ നമ്മുടെ ഡി ബൈ ടി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/IH ക്രോസ് എക്സ് കോമ എച്ച്, കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് കാണണം. അതിൽ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. എച്ച് നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററാണ്. അപ്പോൾ p²/2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയില്ല, എന്തോ ഒരു വി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണണം? കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് കാണണം. കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p²/2m പ്ലസ് വി ഓഫ് എക്സ്. ഓക്കെ, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാനറിയാം. കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച് കാണാൻ നിങ്ങൾക്കറിയാം. കമ്മ്യൂട്ടേറ്റർ ആൾജിബ്ര കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തുതരാം. ഒന്ന് ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബാക്കി ഡെറൈവ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരും കമൻ്റ് ഒന്നും ചെയ്യണില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ, നിങ്ങൾ ബുക്കൊന്നും എടുക്കാതെ മൊബൈലിൽ അങ്ങനെ നോക്കിയിരിക്കണോ എന്നറിയില്ല. എന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ p²/2m, കമ്മ്യൂട്ടേറ്റർ ക്ലോസ് ചെയ്തു, പ്ലസ് എക്സ് കോമ വി ഓഫ് എക്സ്. അപ്പോൾ ഇനി ദാറ്റ്സ് ഈക്വൽ ടു 1/2m കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂട്ടേറ്ററിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ബാക്കി എന്താ ഉണ്ടാവുക? കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ p² പ്ലസ് എക്സ് കോമ വി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് കോമ വി ഓഫ് എക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എക്സ് കോമ എ ഫംഗ്ഷൻ ഓഫ് എക്സ്, കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എ ഫംഗ്ഷൻ ഓഫ് എക്സ്.
അതിൻ്റെ അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, അതെന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ടേം എന്തായി പോവും, 0 ആയിട്ട് പോവും. കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ വി ഓഫ് എക്സ് എന്തായിരിക്കും, 0 ആയിട്ട് പോവും. ബാക്കി എന്താ ഉണ്ടാവില്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 1/2m ഇൻറ്റു എക്സ് കോമ പി എക്സ് സ്ക്വയർ. പി എക്സ് ആക്സിലാണ്, അതുകൊണ്ട് പി എക്സ് സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് കോമ പി എക്സ് ഇൻറ്റു പി എക്സിൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്, 2px. അപ്പോൾ ഈ 2ഉം ഈ 2ഉം എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്, 1/m ഇൻറ്റു എക്സ് പി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, IH ക്രോസ് ആണ്, ഇൻറ്റു പി എക്സ്. അപ്പോൾ അതാണ് എന്ത്, കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് കോമ എച്ച് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടും d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/IH ക്രോസ് ഇൻറ്റു, ഇനി കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 1/m ഇൻറ്റു IH ക്രോസ് ഇൻറ്റു പി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ IH ക്രോസും ഈ IH ക്രോസും 1/IH ക്രോസ് നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എഴുതണം ആൻസർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം. ഓക്കെ, ആ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉള്ളിൽ, കമ്മ്യൂട്ടേറ്റർ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലായിരുന്നു, നേരത്തെ എഴുതാൻ ഞാൻ മറന്നതാണ്, സോറി. ഇവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ഇക്വേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ റീപ്രൊഡ്യൂസ് ചെയ്തു. ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാണ്, d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് കാണുകയാണ്. അതും നമുക്ക് വളരെ സിമ്പിളാണ്. ഇക്വേഷൻ ഓഫ് മോഷനിൽ പി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടും 1/IH ക്രോസ് എക്സ്പെക്റ്റേഷൻ കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എച്ച്, പി എക്സ് കോമ എച്ച് എക്സ്പെക്റ്റേഷൻ ക്ലോസ് ചെയ്തു, പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ പി എക്സ് ബൈ ഡോ ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ പി എക്സ് ബൈ ഡോ ടി. ഇവിടെയും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൊമെൻറ്റം ടൈമുമായിട്ട് ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ് റിലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഡോ പി എക്സ് ബൈ ഡോ ടി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടും d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ഈക്വൽ ടു 1/IH ക്രോസ് എക്സ്പെക്റ്റേഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എച്ച്, കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എച്ച്, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, p²/2m പ്ലസ് വി ഓഫ് എക്സ്. ഈ കമ്മ്യൂട്ടേറ്റർ നമുക്ക് എന്ത് ചെയ്യണം, കാണണം. പി എക്സ് കോമ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ p(x²/2m പ്ലസ് വി ഓഫ് എക്സ്. p(x²/2m എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ടേം, വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ടേം. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, അതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു പി എക്സ് കോമ p(x²/2m കമ്മ്യൂട്ടേറ്റർ ക്ലോസ് ചെയ്തു, പ്ലസ് പി എക്സ് കോമ വി ഓഫ് എക്സ്, പി എക്സ് കോമ വി ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ദാറ്റ്സ് ഈക്വൽ ടു 1/2m കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു, ഇൻറ്റു പി എക്സ് കോമ പി എക്സ് ഇൻറ്റു p(x²) ഡെറിവേറ്റീവ് 2px പ്ലസ് കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ ഇ എക്സ് ഇൻറ്റു വി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡോ വി ബൈ ഡോ എക്സ്. ഈ സ്റ്റെപ്പൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തതാണ്, ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ ചെയ്തതാണ്, കംപ്ലീറ്റ് ചെയ്തതാണ്. പി എക്സ് കോമ പി എക്സ് സ്ക്വയർ, പി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പി എക്സ് കോമ പി എക്സ് എന്ന് എഴുതി, എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് 2px. 1/2m കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂട്ടേറ്ററിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അടുത്തത് കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ വി ഓഫ് എക്സ് ആണ്.
ഒന്ന് പി എക്സ് ആണ്, ഒന്ന് എക്സിൻ്റെ ടേമിലുള്ളൊരു ഫംഗ്ഷൻ, അതാണ് വി ഓഫ് എക്സ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എക്സ് ഇൻറ്റു വി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡോ വി ബൈ ഡോ എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സ്റ്റെപ്പ്. ഇനി ഏതൊരു ക്വാണ്ടിറ്റിയും അതിനോട് തന്നെ കമ്മ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ പി എക്സ് എന്താണ്? 0 ആണ്. കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ആണ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. എക്സ് കോമ പി എക്സ് കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ ഐ എച്ച് ക്രോസ്, പി എക്സ് കോമ എക്സ് കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ്. അപ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഇനി നമുക്ക് എഴുതാൻ പറ്റും ഡി ബൈ ഡി ടി ഓഫ് കമ്മ്യൂട്ടേറ്റർ പി എക്സ് ഈക്വൽ ടു 1 ബൈ ഐ എച്ച് ക്രോസ് എക്സ്പെക്റ്റേഷൻ കമ്മ്യൂട്ടേറ്റർ പി എക്സ് കോമ എച്ചിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിൽ മൈനസ് ഐ എച്ച് ക്രോസിൽ ഐ എച്ച് ക്രോസും എന്തായി പോയി? ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് കിട്ടി ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, റിലേഷൻ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തു ക്വാണ്ടം മെക്കാനിക്സിൽ. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഹെർൺഫെസ്റ്റ് തിയറത്തിൻ്റെ 2 ഇക്വേഷനാണ്. ഒന്ന് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം. അടുത്ത ഇക്വേഷനാണ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. ഈ 2 ഇക്വേഷനെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെർൺഫെസ്റ്റ് തിയറം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഏതുവരെ നിങ്ങൾക്ക് എഴുതിയെടുത്തു എന്ന് എനിക്കറിയില്ല. ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? അത് എഴുതിയെടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന എത്രയാണോ അതുവരെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സ്ക്രീന് മാറ്റിത്തരാം, മീൻസ് എൻ്റെ സ്ലൈഡ് ചേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയും കൂടെ കാണാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പറയുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാം. കമൻറ്റ് ചെയ്യുക. ഓക്കെ,
സ്ക്രീനിലുള്ളത് എഴുതി കഴിഞ്ഞാലേ പറയാം. സ്ക്രീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശേഷം അതിൻ്റെ പ്രോബ്ലം സെഷൻ ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, എഹ്റൻഫെസ്റ്റ് തിയറം കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LHO തുടങ്ങാം. LHO തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു 15 മിനിറ്റ് ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ, ലിസൺ ഹിയർ. ഇനി നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എഹ്റൻഫെസ്റ്റ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്തായിരുന്നോ നമ്മുടെ ഇക്വേഷൻ, അതുപോലുള്ളൊരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ക്വാണ്ടം മെക്കാനിക്സിൽ ഡിറൈവ് ചെയ്തു. അതായത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതാണ് മോർ ജനറലൈസ്ഡ് കേസ്. അതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് എന്ത്, ക്ലാസിക്കൽ മെക്കാനിക്സ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിക്കൽ മെക്കാനിക്സിനെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എഹ്റൻഫെസ്റ്റ് തിയറത്തെ ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഏതുപോലെ, നമ്മുടെ കറസ്പോണ്ടിങ് പ്രിൻസിപ്പിൾ പോലെ, കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പോലെ. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 2 3 പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 15 മിനിറ്റ് ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് LHOയിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ of mass m
moving in harmonic potential v of x equal to half kx square. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട് find d by dt of expectation of x, derivative of expectation of px, d square by dt square expectation of x. ഈ 3 സാധനങ്ങൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഹ്റൻഫെസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുള്ളത് v of x ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് കാണാൻ പറ്റും. എച്ച് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാം. പി സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇനി നമ്മൾ കാണേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമുക്കറിയാം. എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം ആണ്. ഓക്കെ, എം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം എന്നുള്ളത് എങ്ങനെ എഴുതാം, എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് കിട്ടി. ഇനി നമുക്കതിൽ കാണാനുള്ളത് ഡി ബൈ ഡി ടി ഓഫ് പി എക്സ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് പി എക്സ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് പി എക്സ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എഹ്റൻഫെസ്റ്റ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. ഇവിടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഈ 2ഉം ക്യാൻസലായി പോയി. ബാക്കി എന്ത് കിട്ടി, ഹാഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് കെ എക്സ്. ഹാഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് കെ എക്സ്. ഓക്കെ, അതാണെന്ത്, ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ്. അത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ഇനി നമുക്ക് കാണാനുള്ളത് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ഡി ടി ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം. എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം. ദാറ്റ്സ് ഈക്വൽ ടു 1 by m into d by dt of expectation of px. Expectation of px. That's equal to 1 by m into d by dt of px. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെന്താണ്, മൈനസ് കെ എക്സ് ആണ്. മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് കെ ഇൻറ്റു എക്സ്. കെ കോൺസ്റ്റൻ്റ് ആണ്, എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഡി ടു എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കാണാൻ പറഞ്ഞിട്ടുള്ള 3 ക്വാണ്ടിറ്റിയും നമുക്ക് കിട്ടി. ഒന്ന് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരുന്നു. അടുത്തത് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ആണ്. അടുത്തത് ഡി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഹ്റൻഫെസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട്
ടൈം എവല്യൂഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂസ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ജനറൽ ഫോർമുലയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷേ എക്സും പി എക്സും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഹ്റൻഫെസ്റ്റ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആയി തോന്നുന്നു. എഴുതിയെടുക്കാനുള്ളവർ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും പറഞ്ഞിട്ടുള്ള 3 ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നു. ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. കൺസിഡർ എ പാർട്ടിക്കിൾ moving in a potential v of x equal to, consider a particle moving in a potential v of x equal to, potential തന്നിട്ടുണ്ട്, v of x equal to half m omega square x square plus v0 x cube. Find d by dt of expectation of x and d by dt of expectation of px. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഹ്റൻഫെസ്റ്റ് തിയറത്തിൽ നിന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ബൈ എം ആയിരിക്കും. ഓക്കെ, ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ ചെയ്ത് നോക്കണം. ഏതാണത്? ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡോ വി ബൈ ഡോ എക്സ് കണ്ടിട്ട് എക്സ്പെക്റ്റേഷൻ കണ്ട് ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിപ്പോയി? ആൻസറായി. വളരെ സിമ്പിളാണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഹാഫ് എം ഒമേഗ സ്ക്വയർ. അത് കോൺസ്റ്റൻ്റ് ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, പ്ലസ് അടുത്തത് v0 കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഹാഫിലെ 2ഉം കട്ടായി പോയി. ബാക്കി നമുക്കുള്ളത് ദാറ്റ്സ് ഈക്വൽ ടു മൈനസിന് ഉള്ളിലേക്ക് എടുക്കുക. മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് 3v0 എക്സ്പെക്റ്റേഷൻ ഓഫ് x². ഓക്കെ, ഇതാണ് ആൻസർ. എന്താണ്? എന്ത്?
d/dt ഓഫ് പി എക്സ്. ഓക്കെ, അപ്പോൾ d/dt ഓഫ് എക്സ് നമുക്ക് കിട്ടി, d/dt ഓഫ് പി എക്സും നമുക്ക് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഫസ്റ്റ് ഇത് എഴുതിയെടുത്തിട്ട് പറയൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കൃത്യം എന്ത് ചെയ്യും, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ v of x equal to half m omega square x square plus q into E0 cos omega t. ഓക്കെ, q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജാണ്, E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ v of x equal to half m omega square x square in plus q E0 into cos omega t. Okay, find d/dt of expectation of x, d/dt of expectation of px and d/dt of expectation of Hamiltonian h. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി കാണണം. ഇപ്പോൾ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും h ഈക്വൽ ടു p²/2m പ്ലസ് പിന്നെ പൊട്ടൻഷ്യൽ ഹാഫ് m omega square x square പ്ലസ് q E0 cos omega t. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഹ്റൻഫെസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട് ഡോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ഡി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ഡി ടി കാണാം, d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി എക്സ് കാണാം. d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് കാണുന്ന സമയത്ത് എഹ്റൻഫെസ്റ്റ് തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കട്ടോ. ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അത് കാണാം. ഓക്കെ, മൂന്നും കാണുക. ഇത് മൂന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യുന്നില്ല. കൃത്യം 9 മണിക്ക് എന്ത് ചെയ്യും, ക്ലാസ് തുടങ്ങും. ഇപ്പോൾ 8:35 ഓൾമോസ്റ്റ് 25 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിലെ പോലെയല്ല, തുടങ്ങുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല. അപ്പോൾ ഒരു ടൈം പറഞ്ഞാൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എത്തുക. ഓക്കെ, പിന്നെ 9 മണിക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തുക. ഓക്കെ ആണല്ലോ. 9 മണി മുതൽ നമുക്ക് തുടങ്ങാം. LH ആണ്, കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. ഓക്കെ, മുഴുവനൊന്നും എടുക്കുന്നില്ല, എത്രയാണോ കുറച്ച് സമയം എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ.